സൗദിയിലെ തട്ടിക്കൂട്ടൽ ഫുഡ് ഉണ്ടാക്കൽ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് റവ ദോശയാണ്. റവ ദോശ എന്ന് പറയുമ്പോൾ റവ മാത്രം പോരാ. 1 ഗ്ലാസ് റവ, 1 ഗ്ലാസ് അരിപ്പൊടി, പുട്ടുപൊടിയല്ല കേട്ടോ, നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്കുന്ന ആ പൊടി. ഇതിലേക്ക് ഇഞ്ചി കുനുകുനാന്നരിഞ്ഞതും, പിന്നെ 2 പച്ചമുളക് കുനുകുനാന്നരിഞ്ഞതും, പിന്നെ കുറച്ച് കറിവേപ്പില കുനുകുനാന്നരിഞ്ഞതും, മല്ലിയില വേണമെങ്കിൽ ഇടാം, അതും കുനുകുനാന്നരിയണം. അതിലേക്ക് 1 ടീസ്പൂൺ തൈരും, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് കലക്കാം. ഇത് നമ്മുടെ അരിപ്പൊടി വെച്ചിട്ട് നീർദോശ ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ ഒരമ്മാവനായിട്ട് വരും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം വേണം. ഇതും ഞാൻ കുറേ യൂട്യൂബും ഇൻസ്റ്റയിലൊക്കെ കണ്ട് ഉണ്ടാക്കി ഞാൻ സെറ്റായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കണ സമയത്ത് പാളിപ്പോവും എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നാറില്ല. ഇനി ഇതിലേക്ക് കുറച്ച് സബോള കൂടി കുനുകുനാന്നരിഞ്ഞിടണം. ഫസ്റ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അന്ന് നന്നായിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഏകദേശം ഒരു വെള്ളം പോലെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കത്തിച്ചാലോ? സ്റ്റവ് കത്തിച്ച് നമ്മുടെ കോട്ടിങ് പോയ പാൻ അതിലേക്ക് വെക്കുക. ആക്ച്വലി ഞാൻ ബുറൈദ പോയപ്പോൾ പുതിയ പാൻ വാങ്ങിയായിരുന്നു, പക്ഷേ അതിലുണ്ടാക്കാൻ ഒരു സുഖമില്ല. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മിക്സ് നന്നായിട്ട് കലക്കിയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ വെള്ളം മാത്രമായി പോകും. പിന്നെ അതുപോലെ ഇതിൽ ചെറിയ ഹോൾസ് ഉണ്ടാവും, അത് ഫില്ല് ചെയ്ത് കൊടുക്കരുത്. എങ്ങനെയാണോ ഒഴിച്ചത് അതുപോലെ, ഈ നീർദോശയൊക്കെ ഉണ്ടാക്കണ പോലെ. അതിൻ്റെ മോൾ ഭാഗം ഒന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഏതെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഈ സാധനം വിട്ടുപോരില്ല. ഇത് മറച്ചിടാറായോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഹോൾസില്ലേ അതിൻ്റെ സൈഡിലോട്ട് നോക്കിയാൽ മതി. ഒരു ചെറിയ ഗോൾഡൻ കളർ വന്ന് തുടങ്ങുമ്പോഴേ നമുക്ക് മറച്ചിടാൻ പറ്റും. ഇതിലിപ്പോൾ മല്ലിയിലയോ തൈരോ ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് ഈ സംഭവം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് ഞാൻ ഷെയ്നിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ നാട്ടിൽ പോണ സമയത്ത് ഇതേപോലത്തെ കുറച്ച് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മുടെ നാട്ടിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ നമുക്ക് റവ ദോശയുടെ റെസിപ്പി പറയാൻ പറഞ്ഞിട്ട് കമൻറ്റ് വന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ റവ ദോശയുടെ കൂടെ സാമ്പാർ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ കൂടുതലും ടേസ്റ്റ് തക്കാളി ചട്നി കൂട്ടി കഴിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ചൊന്നുമില്ല, തട്ടിക്കൂട്ട് പരിപാടികൾ തന്നെ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. പെട്ടെന്നൊരു ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വേറൊരു അലികുരുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ ശരി ട്ടാ.